ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഒരു രാജ്യത്തെ തുടച്ചു നീക്കാനുള്ള സയനിസ്റ്റ് ഭീകരത താണ്ഡവമാടിയ കൂട്ടക്കൊലക്ക് അറുതി പ്രതീക്ഷിക്കുന്ന വാർത്തയാണ് ഇന്നലെ നാം കേട്ടത്. എണ്ണമറ്റ മനുഷ്യരെ കൊന്നു തള്ളിയ, ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്ത ഗസയുടെ മണ്ണിൽ അവശേഷിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെ ആശ്വാസം നൽകാം എന്നാണ് ലോകം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവശേഷിക്കുന്ന കുറച്ചു മനുഷ്യർക്ക് ഇനിയെങ്കിലും ആ മണ്ണിൽ ജീവിച്ച് മരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ സീസ് ഫയർ സാധ്യമാക്കുമോ എന്നാണ് ലോകം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഗസ ഇന്ന് വെറും ഒരു മരുപ്പറമ്പാണ്. ആ മുനമ്പിൽ ഒന്നും അവശേഷിക്കുന്നില്ല. എങ്ങും നിശബ്ദമായ നിലവിളികൾ മാത്രമുള്ള ഒരു മുനമ്പ്. ബാക്കിയായ ഒരാൾക്കും ജീവിക്കാനുള്ള ഒരു വകയും ഇന്ന് ഇസ്രായേൽ സൈന്യം അവിടെ അവശേഷിപ്പിച്ചിട്ടില്ല. ആ മുനമ്പിലെ സർവ്വചരാചരങ്ങളെയും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു കളഞ്ഞു. വാസയോഗ്യമായ ഒരു ബിൽഡിങ്ങോ ആശുപത്രിയോ ഹോസ്പിറ്റലോ സ്കൂളോ ഒന്നും അവിടെ അവശേഷിക്കുന്നില്ല. റോഡുകളോ പാലങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു ശവപ്പറമ്പായി ഗസ മാറിയിരിക്കുന്നു. അവസാനത്തെ മനുഷ്യനെയും കൊന്നു തീർക്കാതെ ഗസ വിടില്ല എന്നാണ് നെതന്യാഹുവും സൈന്യവും ശപഥം ചെയ്തത്. സമാധാന സന്ധിയിലേക്ക് ഇസ്രായേൽ ഗത്യന്തരമില്ലാതെ എത്തിപ്പെട്ടതുകൊണ്ട് അല്പം മനുഷ്യർ അവിടെ അവശേഷിക്കുന്നു. 2 വർഷമായി ഇടതടവില്ലാതെ ബോംബ് വർഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ ഭൂമിയിൽ. വംശഹത്യയുടെ എല്ലാ അംശങ്ങളും ചേരുവകളും ചേർന്ന ഒന്നാന്തരം ഭീകരപ്രവർത്തനമാണ് ഗസയിൽ അരങ്ങേറിയത്. ഹമാസിനെ പിന്തുണക്കുന്നു എന്ന പേരിൽ സിറിയയെയും ലബനാനിനെയും ഇസ്രായേൽ ആക്രമിക്കുകയുണ്ടായി. സന്ധി സംഭാഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഖത്തറിൻ്റെ മണ്ണിലും ബോംബ് വർഷിക്കാൻ ഇസ്രായേലിന് തെല്ലും മടിയുണ്ടായില്ല. 2025 ജൂൺ 13 ഏകപക്ഷീയമായി ഇറാനിന് നേരെയും ഇസ്രായേൽ ആക്രമണം തൊടുത്തുവിട്ടു. ഇറാൻ സൈന്യത്തിലെയും രാഷ്ട്രീയ നേതൃത്വത്തിലെയും അധികായന്മാരായ ആളുകൾ കൊല്ലപ്പെട്ടു. കണ്ണിൽ ചോരയില്ലാത്ത കിരാതന്മാരാണ് സയനിസ്റ്റുകൾ എന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് ബോധ്യപ്പെട്ടു. ദുരുദ്ദേശത്തോടെയാണെങ്കിലും വീമ്പ് പറച്ചലിന് വേണ്ടിയാണെങ്കിലും ട്രംപ് അവസാന ഘട്ടത്തിൽ ഒരു സന്ധി സംഭാഷണത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവരുന്നത് മനുഷ്യത്വമോ നീതിയോ ഒന്നും തന്നെ ഇസ്രായേലിൽ നിന്ന് തുടർക്കാലങ്ങളിലും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. വഞ്ചനയുടെയും കുതന്ത്രങ്ങളുടെയും ചരിത്രമാണ് സയനിസ്റ്റുകൾക്കുള്ളത്. പക്ഷേ ഫലസ്തീൻ കേവലം ഒരു മണ്ണിൻ്റെയോ അതിർത്തിയുടെയോ പേരല്ല. പ്രിയപ്പെട്ട കവി മഹ്മൂദ് ദർവീഷ് പറഞ്ഞതുപോലെ അലഹാദിഹിൽ അർളി മാ യസ്തഹിഖുൽ ഹയാ ഉമ്മുൽ ബിദായാത്തി വ ഉമ്മുൻ നിഹായാത്ത്. എല്ലാ തുടക്കങ്ങളുടെയും അടിസ്ഥാനമായ, എല്ലാ പര്യവസാനങ്ങളുടെയും അവസാനമായ പ്രിയപ്പെട്ട ഫലസ്തീൻ, നീ ജീവിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.